ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കേട്ടോ. ദോശയും ഇന്നലത്തെ ബീഫ് കറിയും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലപോലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചിനെന്ന് പറയുന്നത് നെച്ചോറും ചിക്കൻ കറിയും പരിപ്പ് കറിയും ആയിരുന്നു കേട്ടോ. ട്രിവാൻഡ്രം സ്റ്റൈൽ നമ്മുടെ സദ്യക്കൊക്കെ വെക്കുന്ന പരിപ്പ് കറി ഉണ്ടല്ലോ, ആ പരിപ്പ് കറിയും നമുക്ക് നെച്ചോറും പിന്നെ നമുക്ക് ചിക്കൻ നാടൻ കോഴി പെരട്ടുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി ഒരു വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. കുക്കറിൽ പയർ അവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം കൊച്ചുള്ളിയൊക്കെ തൊലിക്കുന്നുണ്ട്. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വീട്ടിൽ കഴിച്ചത് നമ്മുടെ മരിച്ചീനി ഉണ്ടല്ലോ, മരിച്ചീനി ഇതൊന്നും അരപ്പിടാതെ പുഴുങ്ങിയെടുത്തിട്ടുള്ളത് മീൻകറിയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ കഴിക്കുന്നതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ വീട്ടിൽ ഫുഡൊക്കെ കഴിക്കുന്ന കാണാനായിട്ട്. ഈ പുഴുങ്ങിയ മരിച്ചീനിയിലേക്ക് ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് പുഴുങ്ങിയ മരിച്ചീനിയിലേക്ക് എണ്ണയും ഒഴിച്ച് മുളകും ഉടച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ അരി വേവാണ്. വീട്ടിമാക്കുള്ള റേഷൻ അരിയാണ് കേട്ടോ, അതാണ് വേവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ തെളിച്ചെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ സിംബക്കുട്ടൻ കേട്ടോ. ഇതൊരു പേർഷ്യൻ ക്യാറ്റാണ്. നമുക്കൊരു വീട്ടിൽ ഒരാളെ മേടിച്ച് വളർത്തിയിട്ട് ഉപേക്ഷിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പൂച്ചയാണ് കേട്ടോ, നമ്മുടെ ബ്ലാക്കിയാണിത്. ഇത് എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് രണ്ടും നമ്മളെ വീട്ടിൽ വളർത്തുന്ന പൂച്ചകളല്ല, ആഹാരത്തിനായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന പൂച്ചയാണ് കേട്ടോ. സിംബയെ കാണാൻ നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയാണ് അവനെ കാണാനായിട്ട്. അവനല്ല, അവളാണ് കേട്ടോ, ഇപ്പം ഗർഭിണിയാണ്. അങ്ങനെ നെച്ചോറിനുള്ള അരിയൊക്കെ എടുക്കുകയാണ്. ഈ പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ 2.5 പാത്രം വെള്ളമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനുശേഷം നെയ്യൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറായതുകൊണ്ട് തന്നെ ഒരുപാട് നെയ്യൊക്കെ ഇട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്കിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരാഗ്രഹം നെച്ചോറും പരിപ്പും കൂട്ടി കഴിക്കണമെന്ന്. അപ്പോൾ പിന്നെ ചിക്കൻ പെരട്ടൂടെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ പരിപാടിയിലേക്ക് കടന്നത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഒരുപാട് നല്ല നല്ല കണ്ടൻറ്റുകളായിട്ടൊക്കെ വരാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു ട്രൈപോഡ്, നമ്മുടെ റിംഗ് ലൈറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ കൊടുത്തേക്കാണ് കേട്ടോ. അതൊക്കെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും. അതൊക്കെ വന്നതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങും കേട്ടോ. അങ്ങനെ അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്, നെയ്ച്ചോറിന് വെക്കുന്നത്. നെയ്ച്ചോറിന് തിളയ്ക്കുകയാണ്. ഞാനതിലേക്ക് സവാള ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ, ക്യാബേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ടിന്ന് നെയ്യ്, 100 ഗ്രാമിൻ്റെ നെയ്യ് മൊത്തം ഞാൻ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറല്ലേ, അപ്പോൾ നമ്മൾ ഒരുപാട് നെയ്യ് ചേർക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ ഹെൽത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അവിടെ കോഴിയൊക്കെ ഇടുന്ന പെരയാണ് അത്. ആ നീല ടാർപ്പായിട്ട് വെച്ചേക്കുന്നത് നമ്മുടെ വിറകുകൾ അടുക്കി വെച്ചേക്കുന്നതാണ്. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത് നമ്മൾ പെട്ടെന്ന് നെച്ചോറിനുള്ള പണികളൊക്കെ ചെയ്യാണ് കേട്ടോ. ഞാൻ പണ്ട് മുതലേ വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബ് കാണുന്ന ഒരാളാണ് കേട്ടോ. അന്ന് മുതലേ ആഗ്രഹമാണ് നല്ല വീഡിയോസ് എടുക്കണം, നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവരണമെന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് എനിക്ക് അതിനോട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്യണം എന്നൊരാഗ്രഹം വന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഡെയിലി 11 മണിക്ക് എൻ്റെ ഒരു വീഡിയോ എങ്കിലും എല്ലാ ദിവസവും ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അത് എഡിറ്റൊക്കെ ചെയ്ത് 11 മണിയാകുമ്പോൾ എന്നും അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും 11 മണിക്ക് എൻ്റെ ഈ ചാനൽ കാണണം. അങ്ങനെ നെച്ചോറ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കോരി എടുത്ത് കേട്ടോ. നെയ്ച്ചോറുണ്ടായിരുന്നു, നാടൻ കോഴി പെരട്ടുണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പപ്പടം ഉണ്ടായിരുന്നു. അച്ചാറില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 പ്രാവശ്യം കൊണ്ട് ബിരിയാണി മേടിച്ചിട്ട് അച്ചാർ മേടിക്കാനായിട്ട് മറന്നു പോകുമായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓർമ്മയെന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഉമ്മായൊക്കെ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് മിക്ക ദിവസങ്ങളിലും നെച്ചോറും പരിപ്പും വെച്ച് തരാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതായത് മെഡിക്കൽ കോളേജിൻ്റെ അങ്ങോട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് എനിക്ക് പട്ടം വരെ പോവേണ്ടതായിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് എത്തുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരിതാണല്ലേ. ഒരുപാട് പേരുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ട്രോമയും അങ്ങനെ പല സാധനങ്ങളും സമ്മാനിച്ചൊരു സ്ഥലമാണല്ലേ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഓരോ ഹോസ്പിറ്റലും ചിരിയും ഉണ്ടാവും ദുഃഖവും ഉണ്ടാവും. പലരും ചിരിച്ചുകൊണ്ട് വരുന്നവർ ദുഃഖിച്ചുകൊണ്ട് പോകും, കരഞ്ഞുകൊണ്ട് വരുന്നവർ ചിരിച്ചുകൊണ്ട് പോകുന്നൊരു സ്ഥലമായിരിക്കും അല്ലേ ചിലപ്പോൾ
ഓരോ ഹോസ്പിറ്റലെന്ന് പറയുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്തുമ്പോൾ എനിക്ക് അത്ര ഒരു ഫീല് കിട്ടാത്തൊരു സ്ഥലമാണ് കേട്ടോ. വിഷമമാണ് എപ്പോഴും. അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും നമ്മൾ 2 റോഡ് നമുക്ക് വരാം. മെഡിക്കൽ കോളേജ് പാസ് ചെയ്തും പോകാം, കേശവദാസ വഴിയും നമുക്ക് ഈ പോത്തൻകോട് കഴക്കൂട്ടം ഭാഗത്തേക്കൊക്കെ പോകാം. ഞാൻ മിക്കപ്പോഴും ചൂസ് ചെയ്യുന്ന കേശവദാസപുരം വഴി പോകാനാണ് കേട്ടോ. കാരണം മെഡിക്കൽ കോളേജിൽ വഴി പോകുമ്പോൾ മെഡിക്കൽ കോളേജ് ഇഷ്ടമില്ല എന്നല്ല, പക്ഷേ ഒരു വിഷമമാണ് കാണുമ്പോൾ. മനസ്സിൻ്റെ അകത്തൊരു ഇതാണ്. അതിൻ്റെ അകത്ത് ഓരോരുത്തർ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമമാണ്. അങ്ങനെ പോയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ചായ കുടിക്കുന്ന നഗറ്റ്സ് ആയിരുന്നു കേട്ടോ. ലുലുവിൽ ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നഗറ്റ്സൊക്കെ മേടിച്ചു. ചായയൊക്കെ കിട്ടും കേട്ടോ. ചായയൊക്കെ ഇട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫുഡൊന്നും ഇല്ലായിരുന്നു. ചോറൊക്കെ കഴിച്ചതുകൊണ്ട് വലുതായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു യോഗേട്ട് കഴിച്ചു, സ്ട്രോബെറിയുടെ യോഗേട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരും. ബായ്.